ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ മസൂരി എത്തിയിരിക്കുകയാണ് ഡെറാഡൂൺ വഴി. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ ഇതാണ്, ഹോട്ടൽ സൺ ആൻഡ് സ്നോ. അപ്പോൾ മസൂരി വരുമ്പോൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോട്ടലാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേ ഞാനിട്ട വീഡിയോസ് പലരും ചോദിച്ചു, നിങ്ങൾ പെയ്ഡ് വീഡിയോസ് അല്ലേ, പ്രൊമോഷൻ അല്ലേ എന്നൊക്കെ. പ്രൊമോഷനൊന്നല്ല, നല്ല ഹോട്ടൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ ഇതൊരു 1500 രൂപയ്ക്ക് നമുക്ക് കിട്ടിയതാണ് 2 പേർക്ക്, ഇൻക്ലൂഡിങ് ഫുഡ്. നല്ലൊരു ഡീലാണ്, ഗോ ഇബിബോ വഴി കിട്ടിയ ഡീലാണ്. അപ്പോൾ ഹോട്ടലിൽ നിന്നുള്ള റൂമിൽ നിന്നുള്ള നമുക്ക് വ്യൂ ഒന്ന് നോക്കി നോക്കാം. നല്ലൊരു വ്യൂ ആണ്, വാലി വ്യൂ പോലെയാണ് വരുന്നത്. എല്ലാം മലനിരകളാണ് ഇവിടെ, ഒരു മൂടൽ മഞ്ഞ് അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഫുള്ള് കാഴ്ചകൾ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റേറ്റിൽ നല്ലൊരു ലൊക്കേഷനിൽ നമുക്ക് ഈ റൂം കിട്ടിയിട്ടുണ്ട്. മസൂരി വരുമ്പോൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാവുന്ന വേറെ 2 ഹോട്ടൽസ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് സ്കൂട്ടർ റെൻറ്റിന് എടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. മൊത്തത്തിലൊരു ടെമ്പറേച്ചർ 22 അങ്ങനെ ആ റേഞ്ചിലാണ് ഇവിടെ ടെമ്പറേച്ചർ എപ്പോഴും കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഇറങ്ങി നോക്കാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് പഴയ ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പണിഞ്ഞൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഒരു ചർച്ച് എന്തോ ആയിരുന്നു ആ കാലത്ത്, ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. രാവിലെ 7 മണി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വണ്ടി വന്നു കഴിഞ്ഞാൽ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇന്ന് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങൽ മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ സ്ഥലങ്ങളൊക്കെ പഠിക്കണ്ടേ. നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്, ഇതാണ് വണ്ടി. അപ്പോൾ ചെറിയൊരു കട നോക്കി കയറി. ഫുള്ള് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഇവിടെ കിട്ടുള്ളൂ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ റെസ്റ്റോറൻറ്റ് ഞാൻ ഏതെങ്കിലും കാണുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ. ഞാൻ ആലു പൊറോട്ടയും പിന്നെ അവൾ പറഞ്ഞത് ഓംപ്ലേറ്റ് വിത്ത് ബ്രെഡ് അങ്ങനെയുള്ള പരിപാടിയാണ് നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല, ചായ പിന്നെ കുറച്ച് തൈര്. നോർത്ത് ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും ആലു പൊറോട്ടയാണ് അവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കിട്ടിയത്. ഇന്നലെയും എനിക്കിത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കാഴ്ചകളിലേക്ക് കിടക്കാം. നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിൽ വന്ന് വണ്ടി ഓടിക്കുന്നത് ഇത് ആദ്യമാണ്. ഞാൻ ഗോവ വരെയൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, എന്നാൽ ഇത് വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ്. വ്യത്യസ്തമായൊരു ടെറൈൻ കൂടിയാണ്. ഫുള്ള് മലകളും മരങ്ങളും അങ്ങനെയൊക്കെ ചേർന്ന് വളഞ്ഞ് തിരിഞ്ഞിട്ടുള്ള ഒരുപാടുള്ള റോഡുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഒരു റോഡ് ട്രിപ്പ് എന്നുള്ള പോലെ നിങ്ങൾ ഈ വീഡിയോനെ കണ്ടാൽ മതി. കാരണം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ, വണ്ടി കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ഇവിടേക്കൊന്ന് കറങ്ങിക്കാണാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ബാക്കി ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇത് ഇവിടെ വരുന്ന വഴിക്ക് കണ്ടൊരു വ്യൂ പോയിൻ്റാണ്. താഴെ കാണുന്ന വളഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്ന റോഡിലൂടെയാണ് നമ്മൾ മേലെ എത്തിയത്. അത് ഡെറാഡൂൺ സിറ്റിയാണ് താഴെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മേലെ എത്തി. ഇവിടുത്തെ റോഡും പിന്നെ ആൾക്കാരും ഒക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹിന്ദി അറിയാം, പിന്നെ ഇംഗ്ലീഷ് അറിയാം. ഇവിടെയുള്ള എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം എന്നുള്ളതൊരു മെയിൻ കാര്യമാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കാനുള്ള പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. പിന്നെ നമ്മൾ റൂം എടുത്തത് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ലൈബ്രറി ചൗക്ക് എന്ന സ്ഥലത്തുണ്ട്, അവിടെയാണ് റൂം എടുത്തത്. അപ്പോൾ അതൊരു മെയിൻ സിറ്റിയാണ്. അതൊക്കെ ഇനി വഴിയെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്ന് വണ്ടി കിട്ടിയ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വണ്ടി എടുത്ത് കറങ്ങാൻ ഇറങ്ങിയതാണ്. സ്കൂട്ടർ നമുക്ക് റെൻറ്റിന് വരുന്നത് 550 രൂപയാണ്. പിന്നെ പെട്രോൾ നമ്മൾ അടിക്കണം, ഹെൽമെറ്റൊക്കെ അവർ തരും. അപ്പോൾ സ്കൂട്ടർ ഞാൻ റെൻറ്റിനെടുത്ത ആളുടെ ഡീറ്റെയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരുമ്പോൾ അവർ കോൺടാക്ട് ചെയ്യാം. വളരെ നല്ല സർവീസാണ്. കാര്യമായ ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കണ്ട, നമ്മുടെ ആധാർ കാർഡ് മാത്രം ഒന്ന് കൊടുത്താൽ മതി, അതിൻ്റെ ഫോട്ടോ കോപ്പി കൊടുത്താൽ മതി. വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണമെന്നില്ല. പിന്നെ ഈ വണ്ടി എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള പ്രൈവറ്റ് വണ്ടികൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇത് ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷനാണ് നമ്മുടെ ഈ സ്കൂട്ടർ. ബാക്കി പ്രൈവറ്റ് വണ്ടിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം റോഡിൽ ചെക്കിങ്, പിന്നെ അങ്ങനെയുള്ള പിരിവുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൈ കാണിക്കും. ഈ ഉത്തരാഖണ്ഡ് വണ്ടിയാണ്, ലോക്കൽ രജിസ്ട്രേഷനാണ് നമ്മുടെ അടുത്ത് കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരാളും കൈയൊന്നും കാണിക്കില്ല. നമുക്ക് സുഖമായി പല സ്ഥലത്തും സുഖമായി തന്നെ പോകാം. പിന്നെ കാർ എടുക്കുന്നതിലും ബെറ്റർ സ്കൂട്ടർ എടുക്കുകയായിരിക്കും. കാരണം അത്രയും ടെമ്പറേച്ചറൊന്നും ഇല്ല ഇവിടെ, നോർമൽ ക്ലൈമറ്റാണ്.
അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ ആ തണുപ്പും കാറ്റൊക്കെ ആസ്വദിച്ച് നമുക്കങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാം. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ വരാനുള്ളത്. പിന്നെ താഴെ കാണുന്നത് ഇതൊക്കെ കൊക്കുള്ള ഏരിയാസാണ്. പക്ഷേ വണ്ടികളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഡ്രൈവിങ് നമുക്ക് സേഫാണ്. ഒരു മിനിമം സ്പീഡിൽ നമ്മൾ ഓടിച്ച് കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണെങ്കിൽ അത്യാവശ്യം അപകടങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക, പിന്നെ മദ്യപിച്ച് അങ്ങനെയൊന്നും വണ്ടി ഓടിക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് നമ്മൾ സേഫ്റ്റി ഫാക്ടർ നമ്മൾ നോക്കണം എന്നുള്ള കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മസൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെറാഡൂണിൽ നിന്ന് 35 കിലോമീറ്ററാണ് വരിക. ഡൽഹിയിൽ നിന്ന് ഒരു 290 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നമുക്ക് കാണാനുണ്ട്. ഒരു 2-3 ദിവസത്തെ ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഹരിദ്വാർ, ഋഷികേശ് ആ വഴി അതൊക്കെ കവർ ചെയ്ത് മസൂരി വരാം. എന്നിട്ട് തിരിച്ച് ഡൽഹിയിൽ പോയി നമുക്ക് നാട്ടിലേക്ക് പോകാം. അങ്ങനെ ഒരു രീതിയിൽ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും നടക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്ന് ഹിമാചൽ അങ്ങനെ നോർത്ത് ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ അങ്ങനെയും പ്ലാൻ ചെയ്യാം. അത് നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും 2-3 ദിവസം 3-4 ദിവസത്തോളം ആക്ടിവിറ്റി ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ ഇനി വഴിയെ കാണാം. റോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പൈൻ മരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കടകളൊക്കെ റോഡിൽ കുറവാണ്, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ പെട്രോളൊക്കെ നമ്മുടെ മെയിൻ സിറ്റിയിൽ നിന്ന് അടിച്ചതിന് ശേഷം നമ്മൾ പോരുക. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ഫുൾ ടാങ്കോളം പെട്രോൾ അടിച്ചിട്ടുണ്ട്, കാരണം 2-3 ദിവസം കറങ്ങാനുള്ളതായതുകൊണ്ട്. കാരണം റിമോട്ട് ഏരിയാസാണ്, അപ്പോൾ അതിനനുസരിച്ച് പെട്രോൾ പമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കൈ പിടിക്കുക. ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, അതൊക്കെ ടൗണിൽ നിന്ന് വിട്ടിട്ടുള്ള ചെറിയൊരു ഷോപ്പാണ്. അവർ അന്നന്നേക്കുള്ള കുറച്ച് ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടാക്കുന്നതാണ്. ഫുഡൊക്കെ ഫ്രഷ് ഫുഡാണ്. വയറിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് ആലോചിക്കാം. ഇത് ചെറിയൊരു ഹെയർ പിന്ന് പോലെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. നല്ല വളഞ്ഞ് തിരിഞ്ഞ് നല്ല റോഡാണ്. റോഡൊക്കെ ഇവർ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം കുണ്ടും കുഴികളൊന്നുമില്ല. പ്രശ്നമുള്ള വെള്ളം വീഴുന്ന സ്ഥലത്ത്, അതായത് മഴയത്തുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലത്തൊക്കെ അപ്പോൾ തന്നെ മെയിൻറ്റെയിൻസ് അവർ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു മൂടിയ കാലാവസ്ഥയാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഞാൻ ഇവിടെ വന്ന് പ്രിഫർ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആകും മസൂരി നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ നാട്ടിൽ ഊട്ടി, കൊടൈക്കനാലൊക്കെ പോലെയുള്ള വേറെ നോർത്ത് ഇന്ത്യയിലെ ഒരു ഡെസ്റ്റിനേഷൻ, പക്ഷേ ഹിമാലയത്തിനോട് ചേർന്ന് കിടക്കുന്നതിനോട് തന്നെ എപ്പോഴും തണുപ്പ് ഒരു ഫാക്ടറായിരിക്കും ഇവിടെ. അപ്പോൾ അങ്ങനെ പിന്നെ ഗംഗോത്രി, യമുനോത്രി അങ്ങനെയുള്ള കുറച്ച് നമുക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് ഇനി അടുത്തൊരു ട്രിപ്പിൽ നമ്മളത് കവർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും വ്യൂ പോയിൻറ്റ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ക്യൂൻ ഓഫ് മൗണ്ടെയ്ൻസ്, ക്യൂൻ ഓഫ് ഹിൽസ് എന്നൊക്കെയാണ് മസൂരിയുടെ വിളിപ്പേരുകൾ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, 4 പുറം മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ലൊരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ് മസൂരി. അപ്പോൾ വരുന്ന കാര്യം ആരും മടിയൊന്നും വിചാരിക്കേണ്ട, നേരെ പോരുക. കാണാത്ത ഡെസ്റ്റിനേഷനാണെങ്കിൽ തോന്നുകയാണെങ്കിൽ ആ താഴെ കാണുന്ന റോഡുകളൊക്കെ കണ്ടോ, ആ വഴിയൊക്കെയാണ് നമ്മളിപ്പോൾ കറങ്ങി കയറി വരുന്നത്. അപ്പോൾ നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഡ്രൈവിങ്ങിലൊക്കെ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന നല്ലൊരു സ്പോട്ടാണ്. കാരണം വണ്ടികൾ വളരെ കുറവാണ്. സേഫായിട്ട് നമുക്ക് അടിപൊളിയായി ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെസ്റ്റിനേഷൻ. നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള മൈൽ സ്റ്റോൺ എത്താറായിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഇതുപോലെ തന്നെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളതിൻ്റെ താഴെ വന്ന് പറയാറുണ്ട്. ചിലർ പറയും പെയ്ഡ് വീഡിയോസാണോ, ചിലർ പറയും നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഓപ്പണായിട്ട് താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ ചോദിക്കാറുണ്ട് പലരും. ഞാൻ അതിനൊക്കെ സംശയങ്ങൾ പലതും ചോദിക്കുമ്പോൾ ഞാൻ താഴെ അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ വീഡിയോസ് നല്ലപോലെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനോട് കൂടി നല്ല നല്ല യാത്രകളും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം എന്നുള്ളൊരു കാര്യം കൂടി പറയുകയാണ് ഈ ഒരു വേളയിൽ. അപ്പോൾ
അല്ല, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. നമ്മൾക്ക് ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ചെയ്യാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോരാനൊന്നും തോന്നുന്നില്ല. എന്തായാലും 3-4 ദിവസമൊക്കെ ഇവിടെ കറങ്ങി ഇവിടുത്തെ അടുത്തടുത്ത നല്ല നല്ല ഡെസ്റ്റിനേഷൻസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകളാണ് നമ്മൾ സ്വതവേ ചെയ്യാറ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹോട്ടൽ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നു. പിന്നെ ബസ്സിൻ്റെ ഓൾറെഡി വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഡൽഹിയിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ആ വീഡിയോസൊക്കെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്രയാണ് ഇവിടെ വരാനുള്ള എക്സ്പെൻസ് എന്ന്. നമുക്ക് ഡൽഹിയിൽ നിന്ന് ഇവിടെ വരാൻ ഏകദേശം പെർ ഹെഡ് 500 രൂപയാണ് ആയത്. പിന്നെ ഈ വണ്ടിയുടെ ഫുഡിൻ്റെ അങ്ങനത്തെ എക്സ്പെൻസുകൾ, അപ്പോൾ പിന്നെ റൂമിൻ്റെ ഒരു 1500 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10,000-3000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് സുഖമായി കറങ്ങി പോകാം. ബാക്കി നിങ്ങളുടെ ചോയ്സാണ്. 5000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ആണ്. നല്ലപോലെ പെർ ഹെഡ് 5000 രൂപയൊക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായി എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ഡൽഹിയിൽ നിന്നുള്ള റേറ്റാണ് കേട്ടോ ഞാൻ പറയുന്നത്. നാട്ടിൽ നിന്ന് ഡൽഹിയിൽ വന്ന് ഇവിടെ ഒരു 5000 രൂപയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പെർ ഹെഡ് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കയറണമെങ്കിൽ അഡീഷണൽ ചാർജസ് വരും. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഏകദേശമൊക്കെ കറങ്ങി തീർന്ന് ഞാൻ തിരിച്ച് റൂമിലെത്താറായി. അപ്പോൾ ഇനി നമുക്ക് റൂമിൻ്റെ അവിടെ മാൾ റോഡ് എന്നുള്ള സ്ഥലത്തുള്ള 2 ഹോട്ടൽസ് കൂടി ഞങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ കാണുന്നത് മാൾ റോഡിലുള്ള നമ്മുടെ ഒരു ഹോട്ടലാണ്. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ് 3 ഓക്സ് എന്നുള്ളത്. അത്യാവശ്യം പ്രീമിയം ഹോട്ടലാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ മാൾ റോഡിൽ വരുന്ന അടുത്തൊരു ഹോട്ടലാണ് ഈ യാശ്രീ എന്നുള്ളത്. ഇത് രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഒരു സജഷനാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.